നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക്. ചുട്ടിപ്പാറ SMB നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. ഇന്നത്തെ പ്രധാന വാർത്താ കേന്ദ്രവും അമ്മുവിന്റെ മരണത്തിലെ ദുരൂഹത തന്നെയാണ്. സഹപാഠികൾക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഒപ്പം മറ്റൊന്ന്, മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ പരാതികൾ പിൻവലിക്കുകയാണെന്ന് പരാതിക്കാരിയായ നടി വ്യക്തമാക്കിയത്. ഞെട്ടലോടുകൂടിയാണ് കേരളം ഇന്ന് കേട്ടത്. സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് കേസ് താൻ പിൻവലിക്കുന്നതെന്നാണ് പരാതിക്കാരി ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയത്. മറ്റൊന്ന്, രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് വിധി അത് നാളെയാണ്. പാലക്കാടിനൊപ്പം ചേലക്കരയും പോരുമെന്നാണ് UDF കണക്കുകൂട്ടൽ. ഒപ്പം സിറ്റിംഗ് സീറ്റിനൊപ്പം പാലക്കാട് അട്ടിമറി മോഹം LDFിലും സജീവമാണ്. വിജയം പ്രവചിച്ച സോഷ്യൽ മീഡിയകളിൽ അടക്കം BJP ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ഈ വാർത്തകളുടെ കൂടുതൽ വിവരങ്ങളും ഒപ്പം നാട്ടിലെ മറ്റു വിശേഷങ്ങളും നോക്കാം. സകലമാന കേരളത്തിൽ ആദ്യം പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് വൻ സ്വർണ്ണ കവർച്ച. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകൾക്കായി സഹോദരങ്ങളിൽ നിന്ന് കവർന്നത് 3.5 കിലോ സ്വർണം. 4 പേർ കസ്റ്റഡിയിൽ. കാസർഗോഡ് ആംബുലൻസിന്റെ വഴിമുടക്കി കാർ യാത്ര. രോഗിയുമായുള്ള ആംബുലൻസിന് സൈഡ് നൽകാതെ യാത്ര ചെയ്തത് കിലോമീറ്ററുകൾ. കണ്ണൂരിൽ പോലീസ് ഉദ്യോഗസ്ഥയുടെ കൊലപാതകത്തിൽ പ്രതിയെ പിടികൂടുന്ന ദൃശ്യം പുറത്ത്. രാജേഷ് പിടിയിലായത് പുതിയ തെരുവിലെ ബാറിൽ നിന്ന്. ഇന്ന് തെളിവെടുപ്പിനെത്തിച്ചേക്കും. ദിവ്യശ്രീയുടെ സംസ്കാരം നാളെ. തൃത്താല മുടവന്നൂരിലെ മണ്ണ് ഖനനത്തിൽ പ്രതിഷേധം. കുന്നിടിച്ചുള്ള മണ്ണെടുപ്പ് ശുദ്ധജല പദ്ധതിക്ക് സമീപം. നടപടിയില്ലെങ്കിൽ സമരം ചെയ്യുമെന്ന് കോൺഗ്രസ്. പ്രതിസന്ധി ഒഴിയാതെ ഇടുക്കി അയ്യപ്പൻ കോവിലെ തോട്ടം തൊഴിലാളികൾ. തോട്ടം പൂട്ടിയതോടെ കുടുംബങ്ങൾ പട്ടിണിയിൽ. ശമ്പളവും ആനുകൂല്യവും മുടങ്ങിയിട്ട് മാസങ്ങൾ. വെല്ലുവിളി ഒഴിയാതെ വയനാട് പുനരധിവാസം. എസ്റ്റേറ്റ് ഉടമകളുടെ കോടതി വ്യവഹാരം സർക്കാരിന് തിരിച്ചടി. ഭൂമി ഏറ്റെടുക്കലിനെതിരെ നിയമ പോരാട്ടം നടത്തുന്നത് എസ്റ്റേറ്റ് ഉടമകൾ. വിശദമായി നോക്കാം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങളെ ആക്രമിച്ച് 3 കിലോ സ്വർണം കവർന്ന കേസിൽ 4 പേർ പിടിയിൽ. ഇവരാണ് സ്വർണം കവർന്നതെന്ന് സംശയിക്കുന്നു. കണ്ണൂർ തൃശൂർ സ്വദേശികളാണ് പിടിയിലായത്. ഊട്ടി റോഡിൽ KM ജ്വല്ലറി നടത്തുന്ന സഹോദരങ്ങളെയാണ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ സംഘം ആക്രമിച്ചത്. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ജൂബിലി ബൈപ്പാസിന് സമീപം രാത്രിയായിരുന്നു സംഭവം. കവർച്ച ചെയ്ത സ്വർണം ഇനിയും കണ്ടെത്താനായിട്ടില്ല. CV അനുമോദ് നൽകും കൂടുതൽ വിവരങ്ങൾ. അനുമോദ്, വലിയ കവർച്ചയാണ് ഉണ്ടായത്. ഇതിൽ 4 പേർ പിടിയിലാണെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഇവർ തന്നെയാണോ മോഷ്ടാക്കൾ എന്നതിലേക്ക് പോലീസ് ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുണ്ടൊപ്പം നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താനായിട്ടുണ്ടോ പോലീസിന്? ഭവ്യ, ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത 4 പേരുടെ മൊഴി തന്നെയാണ്. ഇന്നലെ രാത്രിയാണ് ഒരു സംഘം ഈ 2 സഹോദരങ്ങളെ ആക്രമിച്ച് അവരുടെ കൈവശം ഉണ്ടായിരുന്ന 3 കിലോയിലേറെ സ്വർണവുമായി കളഞ്ഞത്. ഇപ്പോൾ ഇന്ന് രാവിലെ തൃശ്ശൂരിൽ നിന്നാണ് ഈ സഹോദരങ്ങളെ ഇടിച്ച അതേ വാഹനം പോലീസ് പരിശോധനയിൽ പിടികൂടിയത്. അവിടെ 4 പേരും, ഈ വാഹനത്തിലുണ്ടായിരുന്ന 4 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പെരിന്തൽമണ്ണ CI സംഘവും തൃശ്ശൂരിലെത്തി അവരെ ചോദ്യം ചെയ്ത് അവരുമായി പെരിന്തൽമണ്ണയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും. ഇവർക്ക് ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആകെ 9 പേരാണ് ഈ ഒരു സംഘത്തിലുള്ളത്. ഇനി 5 പേരെ കൂടി കണ്ടെത്താനുണ്ട്. കവർച്ച നടത്തിയ ഈ സംഘം മറ്റൊരു സംഘത്തിന് സ്വർണം കൈമാറുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അവരെ കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വർണം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഈ 5 പേർ, ഇനി പിടികൂടാനുള്ള 5 പേർ സ്വർണവുമായി കടന്നു കളഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് മനസ്സിലായിരിക്കുന്നത്. ഷൊർണൂര്, പാലക്കാട് തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് പോലീസിന് അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഇവരെ കണ്ടെത്തി സ്വർണം വീണ്ടെടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ദുരൂഹത ഒരുപാട് കാര്യങ്ങളിലുണ്ട്. ഒന്ന്, ഈ പ്രതികൾക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ ആയിരിക്കുന്ന ആളുകൾക്ക്
നേരിട്ട് പെരിന്തൽമണ്ണയുമായിട്ട് ബന്ധമില്ല. ഒരുപക്ഷെ ഈ ജ്വല്ലറി ഉടമകളുമായിട്ട് എങ്ങനെയാണ് ഈ ഒരു കവർച്ചാ സംഘത്തിന് ബന്ധമെന്നുള്ളതാണ് കൃത്യമായി അന്വേഷിക്കുന്നത്. ജ്വല്ലറി സുരക്ഷിതമല്ല, ഓടിട്ട കെട്ടിടമായതുകൊണ്ട് സ്വർണം അവിടെ സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് കണ്ട് അവർ സ്ഥിരമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ്. അപ്പോൾ കൊണ്ടുപോകുന്ന രീതി ഒരു 2 ബാഗുകളിൽ ഒന്ന് സ്കൂട്ടറിനുള്ളിലും ഒന്ന് കൈവശവുമാണ് ഉണ്ടാകാറുള്ളത്. കൃത്യമായിട്ട് ഇതൊക്കെ അറിയുന്ന ചിലരാണ് ഇവരെ നിരീക്ഷിച്ച് ഈ ഒരു കവർച്ച ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്ന് വേണം കരുതുവാൻ. അപ്പോൾ എങ്ങനെയാണ് ഈ കവർച്ചാ സംഘത്തിന് ഇതുമായി ബന്ധം എന്നുള്ള കാര്യങ്ങളും മറ്റും അന്വേഷണത്തിൽ മാത്രമാണ് കണ്ടെത്താനാവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. അവർക്ക് ഈ കവർച്ചയുമായിട്ട് ബന്ധമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി കണ്ടെത്താനുള്ളത് 5 പേരെയാണ്. അവരെയും അതേപോലെ മോഷണം പോയ സ്വർണവുമാണ് കണ്ടെത്താനുള്ളത്. അതേപോലെ ഇപ്പോൾ കസ്റ്റഡിയിലായ 4 പേരുമായി പെരിന്തൽമണ്ണ പോലീസ് അല്പസമയത്തിനകം തന്നെ പെരിന്തൽമണ്ണയിലേക്ക് എത്തും തൃശ്ശൂരിൽ നിന്നുമെന്നാണ് നമുക്കറിയാനാകുന്നത്. ശരി, ഇപ്പോൾ KM ജ്വല്ലറി ഉടമയുടെ പ്രതികരണത്തിലേക്ക്. രാത്രി കടടച്ച് പോകുമ്പോൾ ഒരു 8-8:30 മണിക്ക് കടടച്ച് പോകുമ്പോൾ ഞങ്ങൾ കടടച്ച് അങ്ങനെ വീട്ടിലെത്താൻ നേരത്തെ ഒരു വണ്ടി വന്നിട്ട് ഞങ്ങളെ ബ്ലോക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ വീണിട്ട് അപ്പത്തിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഞങ്ങളെ അടിച്ച് ഒരാൾ വന്ന് എൻ്റെ മുഖത്ത് സ്പ്രേ ചെയ്ത് കണ്ണുക്കായില്ല, എൻ്റെ ഇവിടെ കായി. പിന്നെ എന്നെ 2 അടിച്ചിട്ടിട്ട് അവർ സാധനം കൊണ്ടുപോയി. ഡിക്കിലുള്ള സാധനം എടുത്തുക്കണം. എൻ്റെ ബാഗിൽ തോളിലൊരു ബാഗ് ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. തോളിലല്ല, ഞാൻ അങ്ങനെ പിടിച്ചിട്ട് എടുക്കുന്ന ബാഗ് ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. 3 പേരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടാവും. ഫസ്റ്റ് ആൾ വന്ന് എന്നെ അടിച്ച്, ഒരാൾ വന്ന് ജ്യേഷ്ഠനെ അടിച്ച്, ഒരു 3 പേരുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ഡ്രൈവറുടെ ഒക്കെ 4 പേരുണ്ടാവും. മൊത്തം പെട്ടെന്ന് വന്നിട്ട് അടി കഴിഞ്ഞു. അതൊക്കെ നോക്കിയാൽ ഞങ്ങളുടെ അല്ലല്ലോ, തൃശ്ശൂർ ടീമിൻ്റെ ആണല്ലോ. അവിടെ കളക്ട് ചെയ്തതിന് ശേഷം പറഞ്ഞാണ് അവിടെ ചെയ്യും. പ്രതികളെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ? പ്രതികളെ പോലീസ് എടുക്കും. നമ്മൾ അറിയുന്നത് 4 പേരെന്നാണ് അവിടെ. അവരുടെ കയ്യിൽ നിന്ന് സ്വർണം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉള്ള അറിവിലില്ല. ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം വിശദമായിട്ട് ചോദിക്കണം. എത്ര പേര് സംഘത്തിലുണ്ടായിരുന്നു? അതെല്ലാം ഞങ്ങളുടെ ചോദ്യം ചെയ്തതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. താങ്ക് യു. കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം കൂടിയാണ് കണ്ടത്. CBI അനുമോദാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. കാസർകോട് ആംബുലൻസിന് വഴിമുടക്കി കാർ യാത്ര. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസിനെയാണ് സൈഡ് കൊടുക്കാതെ കിലോമീറ്ററുകളോളം യാത്ര തടസ്സപ്പെടുത്തിയത്. ബേക്കൽ മുതൽ കാഞ്ഞങ്ങാട് ടൗൺ വരെ ഇത്തരത്തിൽ യാത്ര തുടർന്നു. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർ RTOയ്ക്ക് പരാതി നൽകി. KV ബൈജു വിവരങ്ങളുമായി ചേർന്നു. ബൈജു, ഇത്തരത്തിൽ ആംബുലൻസിന് വൈജുവിലേക്ക് എത്താം. എന്തായാലും കാസർകോട് ആംബുലൻസിന് വഴിമുടക്കിയാണ് കാർ യാത്ര നടത്തുന്നത്. ആ കാർ യാത്രയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസിനെയാണ് സൈഡ് കൊടുക്കാതെ കിലോമീറ്ററുകളോളം യാത്ര തടസ്സപ്പെടുത്തിയത്. ഈ ആംബുലൻസിലെ ഡ്രൈവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ സൈഡ് കൊടുക്കാതെയുള്ള ഈ കാർ യാത്രയുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. ആ ദൃശ്യങ്ങളിലേക്ക് കണ്ണൂരിൽ പോലീസ് ഉദ്യോഗസ്ഥയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയെ പിടികൂടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഭർത്താവായ രാജേഷിനെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കണ്ണൂർ പുതിയ തെരുവിൽ ബാറിൽ വെച്ച് ഇന്നലെ രാത്രിയാണ് പോലീസ് പിടികൂടിയത്. അതേസമയം ശ്രീവിദ്യയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. പ്രതിയുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്താനാണ് സാധ്യത. വിദ്യശ്രീയുടെ സംസ്കാരം നാളെ നടക്കും. തൃശൂരിൽ ട്രെയിൻ തട്ടി സ്ത്രീ മരിച്ചു. കാസർകോട് സ്വദേശിയായ റോസമ്മ വർഗീസാണ് മരിച്ചത്. മറ്റൊരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മുരിങ്ങൂർ ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷൻ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടം. എറണാകുളം ഭാഗത്തു നിന്ന് വന്ന ട്രെയിൻ തട്ടിയാണ് അപകടമുണ്ടായത്. മൂവാറ്റുപുഴയിൽ 1.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശി അംജദ് ഷേഖാണ് പിടിയിലായത്. കൂടുതൽ പേർ നിരീക്ഷണത്തിലാണെന്ന് പോലീസ് അറിയിച്ചു.
കോതമംഗലം പുതുപ്പാടി ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൌസിൽ മോഷണം നടത്തിയ കേസിൽ 2 പേർ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി മുഹമ്മദ് റാണ, മൂവാറ്റുപുഴ പെരുമറ്റം സ്വദേശി ഹാരിസ് എന്നിവരാണ് അറസ്റ്റിലായത്. കോതമംഗലം മുനിസിപ്പാലിറ്റി 21 വാർഡിലെ മോട്ടോർ ഷെഡിലാണ് മോഷണം. 500 കിലോയോളം ചെമ്പ് കമ്പിയാണ് മോഷണം പോയത്. കണ്ണൂർ ആയിക്കരയിൽ നിന്ന് കാണാതായ മത്സ്യബന്ധന ബോട്ട് കണ്ടെത്തി. അഴീക്കൽ ഭാഗത്തായാണ് ബോട്ട് കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളികളായ 4 പേരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. കടലിൽ നിന്ന് ബോട്ട് തിരിച്ചെത്തിക്കും. ബോട്ടിന്റെ ഡ്രൈവർ മുജീബിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്നാണ് ബോട്ട് കുടുങ്ങിയത്. കഴിഞ്ഞ 17-നാണ് ഇവർ മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടത്. പാലക്കാട് തൃത്താല മുടവന്നൂരിലെ മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധം. സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് കുന്നിടിച്ചുള്ള മണ്ണെടുപ്പ്. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 12 പഞ്ചായത്തുകൾക്കുള്ള ശുദ്ധജല പദ്ധതിക്ക് സമീപമാണ് നിയമം ലംഘിച്ചുള്ള മണ്ണെടുപ്പ്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് കുന്നിടിച്ച് നിരത്തുന്നത്. മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചാണ് ഖനനം. ഇത് ശുദ്ധജല പ്ലാന്റിന് ഭീഷണിയാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. തൃത്താല നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയായ പാവർട്ടി ജല വിതരണ പദ്ധതിയുടെ ഓഫീസും അനുബന്ധ കെട്ടിടങ്ങളും പമ്പിംഗ് സ്റ്റേഷനുമാണ് ഈ കുന്നിന് മുകളിലായി കാണുന്നത്. ഇതിന്റെ തൊട്ട് താഴെ നിന്ന് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കടന്നു പോകുന്ന മേഖലയിൽ നിന്ന് പോലും ഇത്തരത്തിൽ മണ്ണ് മാന്തിയെടുത്തുകൊണ്ട് വലിയ തോതിൽ ജലവിതരണ പൈപ്പുകൾ കടന്നു പോകുന്ന മേഖലയിൽ അടക്കം മണ്ണ് മാന്തിയെടുത്തുകൊണ്ട് വലിയ ഭീഷണി ജനജീവിതത്തിന് ഉയർത്തുന്ന രീതിയിലാണ് ഈ മണ്ണ് മാഫിയ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാവറട്ടി ശുദ്ധജല വിതരണ പദ്ധതിക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് കാട്ടി തൃത്താല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ കത്തും നൽകിയിരുന്നു. അനുമതിയുടെ മറവിൽ അളവിൽ കൂടുതൽ മണ്ണ് കടത്തുന്നുണ്ടെന്നും പിന്നിൽ മാഫിയ പ്രവർത്തിക്കുന്നതായും കോൺഗ്രസ് ആരോപിക്കുന്നു. ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ സ്പോട്ടിലേക്ക് വിളിച്ചു വരുത്തി. ബന്ധപ്പെട്ട എ വന്നു, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ അധികാരികൾ വന്നു. ആ സ്ഥലം പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു 800 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു പ്രദേശത്ത് നിന്ന് മണ്ണ് മാറ്റാനുള്ള അനുവാദമാണ് കൊടുത്തത് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമായി അതിന്റെ ബന്ധപ്പെട്ട അധികാരികളുമായി നിരന്തരമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ആ സ്ഥലം സന്ദർശിക്കുന്നതിനോ അത് തടയുന്നതിനോ യാതൊരു നടപടി സ്വീകരിച്ചില്ല. ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും തൃത്താല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി. ന്യൂസ് 18 തൃത്താല. ഇടുക്കി അയ്യപ്പൻ കോവിലിൽ വലിയ ദുരിതത്തിലാണ് തോട്ടം തൊഴിലാളികൾ. തോട്ടം പൂട്ടിയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. മേരികുളം അയ്യരുപാറ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കഷ്ടപ്പാടിലായിട്ട് മാസങ്ങളായി. വല്ലപ്പോഴും ലഭിക്കുന്ന കൂലിപ്പണിയിൽ നിന്നുള്ള തുച്ഛമായ തുകയാണ് ജീവിക്കാൻ ആകെയുള്ളത്. நாங்க 40 வருஷம் ஆச்சு. நாங்க பிள்ளைருக்கு கொச்சி பிள்ளைரு எல்லாம் வச்சிருக்கு எஸ்டேட்டை இழுத்து மூடியாச்சு. முதலாளி நம்மளுக்கு ஒரு நல்லது சொல்லுன்னு நாங்கள் இன்னி வரைக்கும் அவன் நினச்சி ஓர்மைப்பட்டு உட்காந்துருக்கோம் எஸ்டேட்டில் காற்று. இப்போ எங்களுக்கு கஞ்சிக்கு ஒன்றுக்கு வழி இல்லை, சாப்பாட்டுக்கும் இல்லை, பிள்ளைருக்கு ஒரு பால் வாங்க கூட காசு இல்லை. 40 വർഷമായി എസ്റ്റേറ്റിൽ പണിയെടുത്ത തൊഴിലാളികളാണ് തോട്ടം പൂട്ടിയതോടെ പ്രയാസത്തിലായത്. തൊഴിലാളികൾക്ക് ശമ്പളവും ആനുകൂല്യവുമായി ലക്ഷങ്ങളാണ് കിട്ടാനുള്ളത്. ഞാൻ കഞ്ചിക്കാൻ വഴിയില്ലാമ ഇരിക്കേ. எனக்கு ஆறு கஞ்சி கொடுத்துருக்கு. இந்த ஓனர் எங்களை இப்படி போட்டிருக்கு. எங்களுக்கு ஓனர் ஒரு நல்ல வழி சொல்லணும். நாங்க என்ன பண்ணுறது? அவர் அப்படி இருந்தா நாங்க என்ன செய்யறது? இல்லாட்டி நாங்க செத்து மடியும் വേസ്റ്റ് കുടിച്ച് നാങ്ക ചാകും. ശമ്പളമില്ലാതായതോടെ പല കുടുംബങ്ങളും പട്ടിണിയിലാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസവും മുടങ്ങുന്ന സ്ഥിതി. ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്തവരാണ് ഈ തൊഴിലാളികൾ. ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അധികൃതർ ഇടപെടൽ തേടുകയാണ് ഇവർ. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം കഠിനംകുളം മരിനാട് ഉൾക്കടലിൽ തുടർച്ചയായ 2ാം ദിവസവും തിമിംഗല ഛർദി കണ്ടെത്തി. 15 കിലോ തൂക്കം വരുന്ന തിമിംഗല ഛർദിയാണ് മത്സ്യബന്ധനത്തിനിടെ ഉൾക്കടലിൽ ഒഴുകുന്ന നിലയിൽ മീൻപിടുത്തക്കാർ കണ്ടെത്തിയത്. തിമിംഗല ഛർദി വനംവകുപ്പിന് കൈമാറി. കഴിഞ്ഞ ദിവസവും മരിയനാട് ഉൾക്കടലിൽ നിന്നും 17 കിലോയോളം ഛർദി കണ്ടെത്തിയിരുന്നു. ഈവനിങ് ഒരു 4 മണിയായപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. എന്തോ നമുക്കൊരു ഒരു വല്ലാതെ ഒരു ഫീലിംഗ് ആയിപ്പോയി. അത് കൊണ്ടുവരണം, കരയ്ക്ക് കൊണ്ടുവരണം, ഇങ്ങനെ ആൾക്കാരെ കാണിക്കണമെന്നുള്ളൊരു ചിന്തന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ വേണ്ട അറിയപ്പെട്ട ആൾക്കാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇപ്പോൾ പോലീസും
കോസ്റ്റ് ഗാർഡും ആൾക്കാരൊക്കെ വന്ന് അവരാ രേഖയും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. 15 കിലോളം ഉണ്ടെന്നാണ് പറയുന്നത്. പാലക്കാട് വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പുതിയ കെട്ടിട നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കിഫ്ബിയിൽ നിന്നും 1,30,00,000 രൂപ ചെലവിട്ടാണ് നിർമ്മാണം. മുഹമ്മദ് മൂസിൻ MLA പ്രവൃത്തികൾ വിലയിരുത്തി. കെട്ടിടം അടുത്ത അധ്യയന വർഷം പൂർത്തിയാക്കാനാണ് ശ്രമം. 2 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 8 ക്ലാസ് മുറികളാണ് സജ്ജമാക്കുന്നത്. ആലപ്പുഴ PWD റെസ്റ്റ് ഹൌസിലെ ബാത്റൂമിലെ കോൺക്രീറ്റ് സീലിംഗ് ഇളകി വീണു. ബാത്റൂമിൽ കയറിയ ആൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ലീഗൽ മെട്രോളജി തിരുവനന്തപുരം ജോയിന്റ് കൺട്രോളർ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് GR രാജീവാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ആലപ്പുഴ ഡെപ്യൂട്ടി കൺട്രോളർ ഓഫീസിൽ പരിശോധനയ്ക്കെത്തിയതാണ് രാജീവും സഹപ്രവർത്തകരും. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ ക്ലോസറ്റ് തകർന്ന് ഉദ്യോഗസ്ഥയ്ക്ക് പരിക്കേറ്റിരുന്നു. മറക്കരുത് വയനാടിനെ. മുണ്ടക്കൈ ചൂരൽമല ദുരിതത്തിൽ ഇരകളായവരുടെ പുനരധിവാസം തന്നെയാണ് സർക്കാർ മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. നെടുമ്പായിലെ ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റ്, കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചത് സാഹചര്യങ്ങൾ ഗുരുതരമാക്കുന്നു. ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ കണ്ടെത്തിയ ഭൂമികളിൽ ഒന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നെടുമ്പാല 7-ാം നമ്പർ എസ്റ്റേറ്റ്. ഇവിടെയുള്ള 148 ഹെക്ടറിൽ 65 ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ടൗൺഷിപ്പിനായി ഏറ്റെടുക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ 4-ാം വാർഡിലാണ് ഹാരിസൺസ് മലയാളത്തിന്റെ 7-ാം നമ്പർ എസ്റ്റേറ്റ്. വലിയ കുന്നുകളും അപകട സാധ്യതകളിടങ്ങളുമൊന്നുമില്ലാത്ത മറ്റിടങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന നിരപ്പായ മേഖലയാണ് നെടുമ്പാല. മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ആയതുകൊണ്ട് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് സൗകര്യപ്രദമായ ഇടം കൂടിയാണ് ഇവിടം. ഈ സ്ഥലത്തിന് പ്രത്യേകം വെച്ചാൽ നിറഞ്ഞ ഭൂമിയാണ് ഒന്ന്. പിന്നെ എന്ന് വെച്ചാൽ ഞാനൊക്കെ എന്ന് വെച്ചാൽ 1961 ഇവിടെ എൻ്റെ അപ്പൻ വന്നതാണ്. അന്ന് തൊട്ട് ഇന്ന് ഈ കാലം വരെ ഈ ഭൂമിയിൽ എവിടെയും ഒരു ഉരുൾപൊട്ടലോ വളരെ ഇടിച്ചിലോ ഒന്നുമില്ല. എന്നാൽ ഏത് പിന്നെ എസ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വന്നാലും ഈ ഭൂമി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭൂമിയാണ്. തോട്ടം തൊഴിലാളിക്ക് പണിയെടുക്കാൻ പറ്റിയ ഒരു ഭൂമിയാണ്. പക്ഷെ ഇപ്പൊ ഒരു വീട് വെച്ച് പാവങ്ങൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു ഭൂമിയാണ്. എന്നാൽ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചതാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. എസ്റ്റൻ ടി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് ദുരന്തബാധിതർക്ക് പുനരധിവാസത്തിനായി സർക്കാർ കണ്ടെത്തിയ മറ്റൊരു സ്ഥലം. 78 ഹെക്ടറിലധികം ഭൂമിയാണ് ഇവിടെ സർക്കാർ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നാണ് ഈ പ്രദേശം. കൽപ്പറ്റയോട് ചേർന്നാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ്. ഏറെക്കാലമായി തൊഴിലാളി തർക്കത്തിലാണ് ഇവിടം. ഇവരും ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നീക്കം തെറ്റായ നിയമോപദേശത്തെ തുടർന്നാണെന്ന് MLA ടി സിദ്ദിഖ് പറഞ്ഞു. കോടതി വ്യവഹാരങ്ങൾ പുനരധിവാസം അനന്തമായി വേഗിപ്പിക്കും. സർക്കാരിന് സംസാരിച്ചാൽ ഉടമകളുമായി ഇത്ര കണ്ട് കുറയ്ക്കണം. എല്ലാ കാര്യങ്ങളും സർക്കാരിന് പറയാലോ. സർക്കാരാണല്ലോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈകാര്യം ചെയ്യേണ്ട സിസ്റ്റം സർക്കാരാണല്ലോ. സർക്കാർ ആ കാര്യം ഒരു ഉടമയായിട്ട് സംസാരിച്ചില്ല. അതിന് കളക്ടറെ ചുമതലപ്പെടുത്തിയില്ല. അതിന് നടപടികളെടുത്തില്ല. നേരെ കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം പുനരധിവാസ പ്രവർത്തനത്തെ വൈകിപ്പിക്കുക. ഈ മാസം ഹൈക്കോടതി എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി പരിഗണിക്കുമെന്നിരിക്കെ സർക്കാർ തീരുമാനങ്ങൾ നിർണായകമാണ്. ഭൂമിയുടെ വില നിശ്ചയിച്ച് അത് കൈമാറി പുനരധിവാസം വേഗത്തിൽ നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇതിനെല്ലാം കേന്ദ്ര സഹായം അനിവാര്യമാണ്. സർവ്വതും നഷ്ടമായ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു മേൽക്കൂര എന്നത് അവകാശമാണ്. അത് നൽകുവാൻ സർക്കാർ ബാധ്യസ്ഥരുമാണ്. ഇതിലുണ്ടാകുന്ന കാലതാമസം ദുരന്തബാധിതരായ ജനതയോട് ചെയ്യുന്ന അനീതിയാണെന്ന് പറയാതെ വയ്യ. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇടവേള. തിരുവനന്തപുരം മാനവീയം വീതിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിന് ഇനി ഹോവറിന്റെ സഹായം. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരസഭയാണ് സിറ്റി പോലീസിന് 10 ഹോവറുകൾ കൈമാറിയത്. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങളും ഈ ഇരുചക്ര വാഹനത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
സന്ധ്യ മയങ്ങിയാൽ മാനവീയം വീഥിയുടെ സുരക്ഷ കൂട്ടാൻ സിറ്റി പോലീസ് ഹോവറുകളിൽ ഇനി ഇങ്ങനെ ചുറ്റിക്കറങ്ങും. മണിക്കൂറിൽ 18 കിലോമീറ്ററാണ് വേഗത. ഒരു തവണ ചാർജ് ചെയ്താൽ തുടർച്ചയായി 7 മണിക്കൂർ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് സജ്ജീകരണം. മുഖം മിനുക്കുന്ന നഗരത്തിന് സുരക്ഷാ കാര്യത്തിലും സ്മാർട്ടാകാൻ ഹോവറുകൾ സഹായമാകുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി എം ബി രാജേഷ്. ആധുനികമായ ഒരു ഡിവൈസാണ്. അതുപയോഗിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയ അതെ MDMA ഉൾപ്പെടെയുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും ഉപയോഗിച്ചത്. ലഹരി ഉപയോഗിച്ചവരെ കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾക്ക് പുറമെ മോഷണ ശ്രമം തടയാനുള്ള ആന്റി തെഫ്റ്റ് അലർട്ട് സിസ്റ്റം ഉൾപ്പെടെ ഈ ഇരുചക്ര വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നഗരത്തിലെ തിരക്കേറിയ മറ്റ് മേഖലകളിലും സുരക്ഷാ പരിശോധനകൾക്കായി ഹോവറുകൾ പ്രയോജനപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് സിറ്റി പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുകയാണ്. സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. കോടതി വിധി നിയമപരമായി നേരിടും. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം സംബന്ധിച്ച കേസിൽ വിധി പറയും മുൻപ് തന്റെ ഭാഗം കൂടി ഹൈക്കോടതി കേൾക്കേണ്ടതായിരുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ ഇന്നലെ പറഞ്ഞിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നും മന്ത്രി ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു. പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചല്ല, മറിച്ച് കേസ് അന്വേഷണത്തെക്കുറിച്ചാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതെന്നും അദ്ദേഹം ഇന്നലെ പറഞ്ഞു. ഇപ്പോഴിതാ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നു. സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. BB വിനോദ് നൽകും വിശദാംശങ്ങൾ. വിനോദ്, സംസ്ഥാന സെക്രട്ടേറിയറ്റും തീരുമാനിച്ചു രാജിവെക്കേണ്ടതില്ല, അങ്ങനെയല്ലേ? സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്കാണ് പാർട്ടി എത്തിയിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമാണ്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സജി ചെറിയാൻ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ സജി ചെറിയാൻ പറഞ്ഞിരുന്നത് തനിക്ക് സ്വാഭാവിക നീതി നഷ്ടപ്പെട്ടു എന്നാണ്. അക്കാര്യം തന്നെയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും വിലയിരുത്തലായി ഉണ്ടായത്. ഇപ്പോൾ മന്ത്രി P രാജീവ് തൊട്ട് മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകളുണ്ട്. ഈ ഉത്തരവുകൾ പ്രകാരം രണ്ട് ഭാഗത്തിന്റെയും വാദങ്ങൾ കേൾക്കണം, അല്ലെങ്കിൽ നോട്ടീസ് അയച്ച് ഇരുഭാഗത്തിനും പറയാനുള്ള കാര്യങ്ങൾ ആരാഞ്ഞ ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്കോ ഉത്തരവിലേക്കോ പോകേണ്ടത്. പക്ഷേ ഹൈക്കോടതി വിധി പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ സജി ചെറിയാന്റെ ഭാഗം കേട്ടില്ല, അത് സ്വാഭാവികമാണ് എന്ന കാര്യം നിയമമന്ത്രി P രാജീവ് വ്യക്തമാക്കുന്നു. മാത്രമല്ല ഇനിയുള്ള തുടർ നടപടികൾ അത് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത്. അക്കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും. ഏതായിരുന്നാലും ഒരേ വിഷയത്തിൽ വീണ്ടും രാജി എന്ന നിലയിലേക്ക് പോകേണ്ടതില്ല എന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ സജി ചെറിയാൻ ഇതേ വിഷയത്തിൽ രാജിവെച്ചതാണ്. അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി ഈ വിഷയത്തിൽ രാജിവെക്കേണ്ടതില്ല. മറ്റൊന്ന്, അദ്ദേഹം പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് പറഞ്ഞത്. CBIയുടെ അന്വേഷണമാണ് ഇപ്പോൾ പരാതിക്കാരൻ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടത്. എന്നാൽ തുടരന്വേഷണത്തിനാണ് കോടതി അനുമതി നൽകിയത്. അതിനർത്ഥം ഇപ്പോഴുള്ള അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്നാണ്. മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ല എന്ന കാര്യം കോടതി സ്ഥിരീകരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കോടതി അങ്ങനെ ഒരു നിഗമനത്തിലേക്കും വിലയിരുത്തലിലേക്കും കണ്ടെത്തലിലേക്കും പോയിരിക്കുന്നു. അതിനർത്ഥം ഇപ്പോഴുള്ള അന്വേഷണം തൃപ്തികരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതി പോലീസ് അന്വേഷണത്തിന് തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്ന എന്നൊരു വാദം കൂടി നിയമമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിവാദ മല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ ഇന്നലെയായിരുന്നു തിരിച്ചടി നേരിട്ടത്. കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കണമെന്നും കോടതി പറഞ്ഞിരുന്നു. കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയ പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടായിരുന്നു ഇന്നലെ വന്ന സുപ്രധാനമായ കോടതി വിധി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം CPMൽ നിന്ന് വന്നിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് യോഗത്തിൽ ഇത്തരത്തിൽ രാജിയുടെ ആവശ്യമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, അത്തരത്തിലൊരു രാജിയിലേക്ക് കാര്യങ്ങൾ കടക്കേണ്ട എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയത് എന്തുകൊണ്ടായിരിക്കാം വിനോദ്? നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സജി ചെറിയാൻ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചിരുന്നു. എന്നാൽ
ഇതേ വിഷയത്തിൽ ഇനിയും രാജിവെക്കേണ്ടതില്ല. കാരണം വിചാരണ കോടതി അദ്ദേഹത്തിനെ ഈ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് തിരികെ എത്തുകയും ചെയ്തു. ഇതേ കാര്യത്തിൽ മറ്റൊരു കോടതിയുടെ മേൽക്കോടതിയുടെ പരാമർശമുണ്ടായി അല്ലെങ്കിൽ തുടരന്വേഷണത്തിന് ഒരു നിർദ്ദേശമുണ്ടായി എന്നതുകൊണ്ട് മാത്രം രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് CPM എത്തിയത്. നിയമമന്ത്രി P. രാജീവ് അല്പം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ആ നിലയ്ക്ക് തന്നെയാണ്. സജി ചെറിയാൻ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഹൈക്കോടതി സജി ചെറിയാൻ്റെ ഭാഗം കേട്ടിരുന്നില്ല. അത് സ്വാഭാവികമായ നീതി നിഷേധമാണ്, സ്വാഭാവിക നീതിയുടെ നിഷേധമാണ് ഉണ്ടായത്. മാത്രമല്ല സുപ്രീം കോടതി ഉത്തരവുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇരു ഭാഗത്തിൻ്റെയും വാദങ്ങൾ കേട്ട ശേഷമാകണം ഇത്തരം തുടരന്വേഷണ തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകേണ്ടത്, ഉത്തരവുകൾ ഉണ്ടാകേണ്ടത്. പക്ഷേ സുപ്രീം കോടതി നിർദ്ദേശത്തിൻ്റെ ലംഘനം ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായി എന്ന ഒരു വിമർശനം കൂടി പറഞ്ഞു വെക്കുകയാണ് നിയമമന്ത്രി. മറ്റൊന്ന്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ നിരീക്ഷണമാണ്. CBI അന്വേഷണമാണ് പരാതിക്കാരൻ ഇതിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ CBI അന്വേഷണം എന്ന ആവശ്യം കോടതി തള്ളി. തുടരന്വേഷണം മതി, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വെച്ചു. അതേസമയം ഇപ്പോൾ നിയമമന്ത്രി പറയുന്നത് ഇപ്പോൾ നടന്ന അന്വേഷണത്തിൽ കോടതിക്ക് തൃപ്തി ഉള്ളതുകൊണ്ടാണ് CBI അന്വേഷണം അംഗീകരിക്കാതെ പോയതെന്നാണ്. പക്ഷേ കോടതി നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകൾ വരുന്നതിന് മുൻപ് തന്നെ പോലീസ് ഒരു ക്ലോഷർ റിപ്പോർട്ട് ഇതിൽ കൊടുത്തത് എന്ന ചോദ്യം അവശേഷിക്കുന്നു. അല്ലെങ്കിൽ അന്തിമമായ ഒരു റിപ്പോർട്ടിലേക്ക് മന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് പോലീസ് അന്വേഷണം എങ്ങനെയാണ് അവസാനിപ്പിച്ചതെന്ന സംശയം ഹൈക്കോടതി പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഇപ്പോൾ നടന്ന അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോടതി തുടരന്വേഷണ ഉത്തരവിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ നിയമമന്ത്രി അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം പറഞ്ഞത് CBI അന്വേഷണം കോടതി അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴുള്ള അന്വേഷണത്തിൽ കോടതിക്ക് തൃപ്തിയുണ്ട്, ഹൈക്കോടതിക്ക് തൃപ്തിയുണ്ട്. ആ ഒരു നിലയ്ക്കാണ് CBI അന്വേഷണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതെന്ന വാദം. ഇന്നലെ തന്നെ സജി ചെറിയാന്റെ വാക്കുകൾ അത് ഇങ്ങനെയായിരുന്നു. വിധി പറയും മുൻപ് തന്റെ ഭാഗം കേട്ടില്ല ഹൈക്കോടതി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒപ്പം സിംഗിൾ ബെഞ്ച് ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നും ഇന്നലെ മന്ത്രി സൂചിപ്പിച്ച് നമ്മൾ കേട്ടതാണ്. അപ്പോൾ മന്ത്രിക്കൊപ്പം നിന്നു പാർട്ടി അല്ലേ? തീർച്ചയായും ആ നിലയ്ക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയതാണ് സ്വാഭാവിക നീതി തനിക്ക് ലഭിച്ചില്ല എന്ന കാര്യം. തൻ്റെ ഭാഗം കേട്ടില്ല. ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് പാർട്ടി നിൽക്കുന്നത്. കാരണം സുപ്രീം കോടതി ഉത്തരവ് ഇതിന് അനുകൂലമായുണ്ട്, അല്ലെങ്കിൽ ആ ഉത്തരവുകളെ ആശ്രയിക്കാൻ കഴിയുന്ന നിയമപരമായ സാധ്യത സർക്കാരിനും പാർട്ടിക്ക് മുന്നിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സജി ചെറിയാനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എത്തിയിരിക്കുന്നത്. നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ തന്നെ ഈ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നിയമവശങ്ങൾ മുന്നിലുണ്ട് എന്ന് പാർട്ടി തിരിച്ചറിയുകയും ചെയ്യുന്നു. അതിൽ പ്രധാനമാണ് സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ. അതിൻ്റെ ലംഘനം ഇവിടെ ഉണ്ടായി എന്നതാണ് പ്രധാനമായും നിയമമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇരു ഭാഗത്തിൻ്റെയും വാദങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അങ്ങനെ വാദം കേൾക്കണമെന്ന നിർദ്ദേശമാണ് നേരത്തെ ഉത്തരവുകളിലൂടെ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ ഉത്തരവിൻ്റെ ലംഘനമുണ്ടായി എന്ന കാര്യം നിയമമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ഇതേ സ്റ്റാൻഡ് തന്നെയാണ് കഴിഞ്ഞ ദിവസം സജി ചെറിയാനും കൈക്കൊണ്ടത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് സ്വാഭാവിക നീതി നഷ്ടമായി എന്നാണ്. തുടരന്വേഷണം വരുന്നെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു. അത്തരത്തിലുള്ള നടപടികളുമായി അതിനെ നിയമപരമായി നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ്. ഏതായിരുന്നാലും മന്ത്രിയുടെ രാജിയില്ല എന്ന കാര്യം പൂർണ്ണമായും വ്യക്തമായിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അക്കാര്യം തീരുമാനമായി വന്നിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ LDF യോഗം AK സെൻറ്ററിൽ ചേരുന്നുണ്ട്. മുന്നണി നേതാക്കൾ ഇതിനകം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ മുന്നണി യോഗത്തിൽ ഈ വിഷയം ഉയർന്നു വന്നാൽ ഭരണഘടനയെ വിമർശിക്കുന്ന തരത്തിൽ, അവഹേളിക്കുന്ന തരത്തിൽ സജി ചെറിയാൻ പ്രസംഗിച്ചു, അതിൻ്റെ പേരിൽ സജി ചെറിയാനെതിരെ എന്ത് നടപടി കൈക്കൊള്ളണം, ഹൈക്കോടതിയുടെ വിധി തിരിച്ചടിയായി എന്ന തരത്തിൽ ഘടകകക്ഷി നേതാക്കൾ ആരെങ്കിലും യോഗത്തിൽ ഉന്നയിച്ചാൽ അതിനു മുൻപ് തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തിരിക്കുന്നു. സജി ചെറിയാന് സ്വാഭാവികമായി നീതി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിയമപരമായി നേരിട്ടുകൊണ്ട് ഈ കേസിൽ മുന്നോട്ട് പോകണം. സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല. ഈ ഒരു ഉറച്ച നിലപാടുമായി CPM മുന്നണി യോഗത്തിലും ആവശ്യമെങ്കിൽ മുന്നോട്ട് പോകും. ഭവ്യ, ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാൻ ഇന്നലെയായിരുന്നു തിരിച്ചടി നേരിട്ടത്. പ്രധാനമായും സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി തള്ളിയിരുന്നു. കേസിൽ പുനരന്വേഷണത്തിനും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ ഇതാ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്ന് CPM തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരുന്നു സുപ്രധാനമായ തീരുമാനം CPM-ന്റേത് വന്നത്. ഇപ്പോൾ കോടതി വിധി നിയമപരമായി നേരിടുമെന്നും CPM അറിയിച്ചിരിക്കുന്നു. BV വിനോദാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. പൂർണ്ണമാകുന്നു സകലമാന കേരളം. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം. ഫാസ്റ്റ് ന്യൂസ് ഹരികൃഷ്ണൻ ചേരും.